സിപിഎമ്മിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അല്ലെങ്കിൽ ഒരാളായിരുന്നു എന്നാണ് ഇപ്പോൾ പറയേണ്ടത് ജി സുധാകരനെ. അങ്ങനെ ഉള്ള ജി സുധാകരൻ 2.5 വർഷം മുൻപ് വരെ സിപിഎമ്മുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ആളാണ്. സിപിഎമ്മിൻ്റെ MLA പലതവണയായി, 2 തവണ മന്ത്രിയായി. അപ്പോഴൊക്കെയും ഏറ്റവും മികച്ച രീതിയിൽ നിയമസഭാ സാമാജികനാകാനും ഏറ്റവും മികച്ച മന്ത്രിയാകാനും ജി സുധാകരൻ എന്ന പഴയ CPM-കാരന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 2.5 വർഷത്തിനുള്ളിൽ പാർട്ടിയുമായി വലിയ അകൽച്ചകളിലേക്ക് ആണ് അദ്ദേഹം നടന്നു നീങ്ങിയത്. അതിന് പ്രധാന കാരണം അദ്ദേഹത്തെ തരം താഴ്ത്തുന്നു, തഴയുന്നു പാർട്ടി എന്നതാണ്. അതായത് പാർട്ടിയുടെ മേധാവികൾ, ഇപ്പോൾ ഏറ്റവും മേധാവികൾ എന്ന് പറയുന്നത് പിണറായി വിജയനും MV ഗോവിന്ദനുമാണ്. അവർ അടങ്ങുന്ന ഒരു ഗൂഢസംഘം ജി സുധാകരനെ പലപ്പോഴായി തഴയുന്നു എന്ന പരാതി അദ്ദേഹത്തിന് കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ തരം താഴ്ത്തുന്ന ഒരു പ്രവണതയിലേക്ക് നീങ്ങിയത്. അതിന് പ്രധാന കാരണമായി പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രായാധിക്യമാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്, പ്രായാധിക്യമുള്ള ഒരുപാട് നേതാക്കൾ ഇപ്പോഴും CPM-ന്റെ ഉന്നത നിലകളിലില്ലേ? ഏറ്റവും തലപ്പത്ത് പ്രതിപക്ഷ നേതാവിന് പോലും ഇപ്പോൾ പ്രായമെത്രയായി? MA ബേബിക്ക് പ്രായമെത്രയായി? MV ഗോവിന്ദന് പ്രായമെത്രയായി? അതുപോലെ തന്നെയല്ലേ താനും? പിന്നെ തന്നെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്നുള്ള ചോദ്യമായിട്ടാണ് ജി സുധാകരൻ കുറച്ച് നാളായിട്ട് നിൽക്കുന്നത്. അതിലേറ്റവും ശക്തമായ എതിർപ്പ് അദ്ദേഹത്തിനുള്ളത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി നാസറിനോടും അതുപോലെ തന്നെ മുൻ മന്ത്രി കൂടിയായ സജി ചെറിയാനോടുമാണ്. രണ്ടുപേരും തൻ്റെ ശിഷ്യന്മാരാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവരെ പരാമർശിക്കുകയും ഇവരെ വിമർശിക്കുകയും ചെയ്യുന്നത് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ വിമർശനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് കിട്ടില്ല എന്ന് 100% ഉറപ്പായിരുന്നു ജി സുധാകരന്. കാരണം അതിനു മുമ്പും അതിനുശേഷവും അതുപോലെ വിമർശനം CPM-നെതിരെ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, തന്നെ തഴഞ്ഞിരിക്കുന്ന ഒരു രീതി കൊണ്ട് തന്നെ തനിക്ക് CPM ടിക്കറ്റ് നിയമസഭയിലേക്ക് കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ സ്വതന്ത്ര പരിവേഷത്തോടുകൂടി അദ്ദേഹം നിയമസഭയിലേക്ക് അമ്പലപ്പുഴയിൽ നിന്നും മത്സരിക്കാനായി തയ്യാറെടുക്കുകയാണ്. അപ്പോഴാണ് കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ ഈ ജി സുധാകരൻ ലഭിക്കുന്നത്. ആ പിന്തുണയോടുകൂടി അദ്ദേഹം വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി, വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ നിയമസഭ സാമാജികനായ ശേഷം ഒരു കാരണവുമില്ലാതെ ഒരു പാർട്ടിയെ, CPM-നെ നിരന്തരം വിമർശിക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അത് ഏത് പരിപാടിയാണെങ്കിലും അവിടെ അദ്ദേഹം രാഷ്ട്രീയം പറയുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു മുഖമുദ്രയായി കൊണ്ട് നടക്കുകയാണ്. അതിന് ഇനാഗുറേഷൻ ആയാലും കല്യാണ ചടങ്ങായാലും മറ്റ് എന്ത് പരിപാടിയാണെങ്കിലും അവിടെ അല്പം രാഷ്ട്രീയം പറയുക, CPM-നെ കുത്തിപ്പറയുക എന്നത് അദ്ദേഹം സ്ഥിരമായി കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും നിയമസഭാ സാമാജികനായ ശേഷമാണ്. അതായത് നിയമസഭാ സാമാജികൻ ആയി എന്നത് അദ്ദേഹം വിശ്വസിക്കുന്നില്ലേ എന്നുള്ള തോന്നലുണ്ട്. കാരണം താനൊരു നിയമസഭ അംഗമല്ലേ എന്ന രീതിയിൽ അതിനപ്പുറത്തേക്കുള്ള ചില ചിന്തകൾ അദ്ദേഹത്തെ മതിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന് ചില പ്രസ്താവനകൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. ബാലിശമായ പ്രസ്താവനകൾ ഇറക്കുകയും ബാലിശമായ വിമർശനം നടത്തുകയും ചെയ്യുന്നതിൽ PhD എടുക്കാനുള്ള തയ്യാറെടുപ്പ് ജി സുധാകരൻ നടത്തുന്നുണ്ടോ എന്ന് പോലും ആളുകൾക്ക് സംശയം ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനമാണ് അദ്ദേഹത്തിനുണ്ടായത്. ഏറ്റവും അടുത്ത കാലത്ത് അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചത് ഈ DYFIയുടെ പൊതിച്ചോറുമായി ബന്ധപ്പെട്ടാണ്. അതായത് ആലപ്പുഴയിലെ ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമൊക്കെ പൊതിച്ചോറ് വിതരണം DYFI നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അത് അവരുണ്ടാക്കുന്ന പൊതിച്ചോറല്ല, മറ്റു വീടുകളിൽ നിന്നൊക്കെ മറ്റു പല സംഘടനകളും പല വീടുകളും സംഭാവന ചെയ്യുന്ന പൊതിച്ചോറുകൾ സമാഹരിച്ചു കൊണ്ടുവന്ന് ആശുപത്രിയിൽ വിതരണം ചെയ്യുന്ന ഒരു പരിപാടി DYFI നടത്തുന്നുണ്ട്. അത് മറ്റു പല സംഘടനകളും നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ ഒരു സംഘടനയാണ് DYFI. അതിനെതിരെയാണ് ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ രംഗത്ത് വന്നത്. അതായത് ആശുപത്രി കോമ്പൗണ്ടിലേക്ക് നിങ്ങളുടെ പൊതിച്ചോറുമായി കടന്നേക്കരുത്, അത് എല്ലാ സംഘടനകൾക്കുമുള്ള മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞുവെങ്കിലും DYFIക്കുള്ള കുത്തായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് അദ്ദേഹം അത് അന്ന് പറഞ്ഞത്. അതിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു. കാരണം ഈ ആശുപത്രികളിൽ വളരെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഈ പൊതിച്ചോറ് കൊണ്ട് ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അവർക്ക് എതിരെയുള്ള ഒരു ശബ്ദമായിട്ടാണ് ജി സുധാകരൻ്റെ ആ ശബ്ദം അന്ന് തിരിച്ചറിഞ്ഞത്. കാരണം അദ്ദേഹം ഒരു നിയമസഭ സാമാജികനായിട്ട് പോലും ഒരു പൊതുവായ ഒരു കാര്യത്തിന് വേണ്ടി ഇടപെടേണ്ടതിന് പകരം അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം
ഒരു പൊതിച്ചോറ് അല്ലെങ്കിൽ ഒരാൾക്ക് ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കാണേണ്ട ഒന്നാണ്. അതും വളരെ സാധുക്കളായ ആശുപത്രിയിൽ കഴിയുന്ന ഒന്നെങ്കിൽ കൂട്ടിരിപ്പുകാരെ അല്ലെങ്കിൽ ആശുപത്രിയിലെ രോഗികൾക്കാണ് ഈ പൊതിച്ചോറ് എത്തേണ്ടത്. അവിടെ അതിനെ വിമർശിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന ജി സുധാകരൻ എന്ന നിയമസഭാ സാമാജികന്റെ പ്രവൃത്തി ഒരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല, മാപ്പർഹിക്കുന്നതല്ല. ഇനിയെങ്കിലും അദ്ദേഹം ഇങ്ങനെ ഈ വിദ്വേഷം, ഒരു പാർട്ടിയോടോ ഒരു സംഘടനയോടോ ഉള്ള വിദ്വേഷ പ്രചാരണം നടത്തുന്നത് നിർത്തണം. കാരണം അദ്ദേഹം ഒരു നിയമസഭാ അംഗമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പരിപാടിയെ തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കൂടിയാണ് അദ്ദേഹം നടത്തിയത് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ജി സുധാകരൻ്റെ ഈ പരിപാടി ഒരിക്കലും മാപ്പർഹിക്കുന്നതല്ല എന്ന് എടുത്തു പറയുകയാണ്. തീർച്ചയായിട്ടും ഒരിക്കലും മാപ്പർഹിക്കുന്നതല്ല. അദ്ദേഹം അതിൽ നിന്ന് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളിൽ നിന്നും പിന്മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.